ടീച്ചിങ് എക്സാംസുകൾക്ക് വളരെയധികം ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ പെഡഗോജി എന്ന് പറയുന്നത്, അല്ലെ? സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കുറെ അധികം തിയറീസ് പഠിക്കണം, കുറെ അധികം ആളുകളെ ഓർത്തിരിക്കണം, കോൺസെപ്റ്റുകൾ അറിയണം, ഇതൊക്കെ നമുക്ക് അറിയണം. പക്ഷെ പെഡഗോജി എന്ന് പറയുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്, അല്ലെ? റിയൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഒരു ടീച്ചർ ബിഹേവ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഒരു ലേണർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് പെഡഗോജി ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ടീച്ചിങ് എക്സാംസിന് സ്ഥിരമായിട്ട് വന്ന് കണ്ടിട്ടുള്ള കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ അടുത്ത് വരാനിരിക്കുന്ന ടീച്ചിങ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ കേട്ടറ്റ് തന്നെയാണ്. സെപ്റ്റംബർ 18-19 തീയതികളിലായിട്ടാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് അതിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഉറപ്പാക്കാം. അപ്പൊ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ടീം സൈലം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1-നും കാറ്റഗറി 2-നും അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3-ക്കും വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമുക്കുള്ളത്. കൃത്യമായിട്ടുള്ള നമുക്കിനി അറിയാം, അല്ലെ? എക്സാമിന് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഇനിയുള്ള സിലബസ് A to Z കാര്യങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു സ്മാർട്ട് ലേണിംഗ്, എപ്പോഴും പറയുന്നത് പോലെ സ്മാർട്ട് ആയിട്ടുള്ള രീതിയിലാണ് ഇനി നമ്മൾ സിലബസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. കോർ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരാ, നമ്മൾ ഇവിടെ റെഡിയാണ്. അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നല്ല രീതിക്ക് എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ടേക്ക് പഠിച്ചാലും നമുക്ക് ഈ കേട്ടിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ എത്രത്തോളം സമയം, എത്രത്തോളം നിങ്ങൾ ആ ഒരു എഫേർട്ട് അതിനു വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്തവണത്തെ കേട്ടിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് വരുന്നത്. ഓക്കെ, അപ്പോ പഠിക്കാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ആണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് പോന്നോളാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പെഡഗോജി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബെഞ്ചമിൻ ബ്ലൂമിന്റെ ബോധന ഉദ്ദേശ്യങ്ങളുടെ വർഗ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ വൈജ്ഞാനിക മേഖലയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പഠന ഫലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഏതാണ്? ബെഞ്ചമിൻ ബ്ലൂമിന്റെ ബോധന ഉദ്ദേശ്യങ്ങളുടെ വർഗ വിവരണം, അല്ലെ? ബ്ലൂമിന്റെ ടാക്സോണമി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ബ്ലൂമിന്റെ ടാക്സോണമി. അപ്പൊ ഈ ബ്ലൂമിന്റെ ടാക്സോണമി എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ എന്ത് കൊടുക്കാറുണ്ട്, പഠന ഉദ്ദേശ്യങ്ങൾ എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലെ? ഏതൊരാശയം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അത് വെറുതെ നേരം പോക്കിന് പറഞ്ഞു കൊടുക്കുന്നതല്ല, മറിച്ച് ഇന്ന മാറ്റങ്ങള്, ഇന്ന കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ബോധന ഉദ്ദേശ്യങ്ങളെയാണ് നമ്മുടെ ബെഞ്ചമിനസ് ബ്ലൂം എന്ത് ചെയ്തിട്ടുള്ളത്, വർഗ വിവരണം നടത്തിയിട്ടുള്ളത്. അപ്പൊ ചില ഉദ്ദേശ്യങ്ങള് നമ്മുടെ വൈജ്ഞാനികപരമായിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും അത് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ചില ബോധന ഉദ്ദേശ്യങ്ങൾ നമ്മുടെ വൈകാരിക മേഖലയെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും. ചില ഉദ്ദേശ്യങ്ങള് നമ്മുടെ മനഃശാലക മണ്ഡലവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ ഇത്തരത്തില് 3 മേഖലകളായിട്ടാണ് ബോധന ഉദ്ദേശ്യങ്ങളെ ബെഞ്ചമിനസ് ബ്ലൂം തരം തിരിച്ചിട്ടുള്ളത്. അതാണ് ബ്ലൂമിന്റെ ടാക്സോണമി. ഇനി ഇത് നിലവിൽ വരുന്നത് എന്നാണ്, 1956-ൽ. 1956 ബെഞ്ചമിനസ് ബ്ലൂം ആണ് എന്ത് ചെയ്യുന്നത്, ബോധന ഉദ്ദേശ്യങ്ങളെ വർഗീകരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വൈജ്ഞാനിക മേഖല വരുന്നുണ്ട്, വൈകാരിക മേഖല വരുന്നുണ്ട്, മനഃശാലക മേഖല സൈക്കോമോട്ടോ ഡൊമൈനും വരുന്നുണ്ട്. ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഏതു മേഖലയാണ്, വൈജ്ഞാനിക മേഖലയാണ്, അല്ലെ? വൈജ്ഞാനിക മേഖലയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പഠന ഫലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ബോധന ഉദ്ദേശങ്ങളെ എല്ലാം ഒരേ തരത്തില് നമ്മുടെ ബുദ്ധി പ്രയോഗിക്കേണ്ട കാര്യങ്ങളാവില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ചധിക സമയം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളെ പ്രയോഗിക്കേണ്ട കാര്യങ്ങളും എവിടെ വരുന്നുണ്ട്, വൈജ്ഞാനിക മേഖലയിൽ വരുന്നുണ്ട്.
അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വൈജ്ഞാനിക മേഖലയിലെ സ്പഷ്ടീകരണങ്ങളെ, സ്പെസിഫിക്കേഷൻസിന് ആര് ഓർഡർ ചെയ്യുന്നത്? ബെഞ്ചമിൻ ബ്ലൂം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പഠനഫലം ഏതാണ്? വിജ്ഞാനം, പ്രയോഗം, അപഗ്രഥനം, മൂല്യനിർണയം. ഏതാണ് ഉയർന്ന നിലവാരം? ഉയർന്ന നിലവാരം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ പ്രയോഗിക്കേണ്ടത്. ഇതിലെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? വിജ്ഞാനമാണോ, പ്രയോഗമാണോ, അപഗ്രഥനമാണോ, മൂല്യനിർണയമാണോ? ഏതാണ് വരുന്നത് ബ്ലൂമിന്റെ അഭിപ്രായത്തില്? ഓപ്ഷൻ ഡി ആണ്, ഇവാലുവേഷൻ. അല്ലെ, മൂല്യനിർണയം നടത്താനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധി പ്രയോഗിക്കേണ്ടത് എന്നാണ് ബ്ലൂം പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. അല്ലെ, നമുക്കറിയാം 2020 എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഏതൊക്കെയാണ് NEP 2020മായി ബന്ധം ഇല്ലാത്തത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത്? ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമത്തേത്, 10+2 ഘടനയിൽ മാറ്റം വരുത്തി 5+4+3+3 എന്ന പുതിയ പാഠ്യപദ്ധതി ഘടന ഉൾപ്പെടുത്തും. 2, 5ാം ക്ലാസ് വരെ മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ പാഠങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകന് കഴിയും. 3, അധ്യാപനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ബിരുദ യോഗ്യത 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് BEd ബിരുദമായിരിക്കും. 4, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മൊത്തം പ്രവേശന അനുപാതം 2035 ആകുമ്പോഴേക്കും 35% ഉയർത്തും. ഇതിലേതൊക്കെയാണ് ശരിയല്ലാത്തത്? ദേശീയ വിദ്യാഭ്യാസ നയവുമായി ശരിയല്ലാത്തത് ഏതായിരിക്കും ശരിയല്ലാത്തത്? നമുക്ക് നേരെ ഉത്തരം നോക്കിയാലോ? ഉത്തരം നോക്കിയിട്ട് നമുക്ക് ആ പ്രസ്താവനകള് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം എന്താണ്? 2020 വന്നിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളല്ല, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ 1ഉം 4ഉം ഒന്ന് നോക്കാം. ഒന്നാമത്തേത് എന്താണ് പറയുന്നത്? 10+2 ഘടനയിൽ മാറ്റം വരുത്തി 5+4+3+3 എന്ന പുതിയ പാഠ്യപദ്ധതി ഘടന ഉൾപ്പെടുത്തി. അപ്പൊ നമുക്ക് അതുവരെ നിലവിലുണ്ടായിരുന്ന ഘടന എന്ന് പറയുന്നത് 10+2+3 അല്ലെ? വിദ്യാഭ്യാസ ഘടന എന്ന് പറയുന്നത് 10+2+3 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഇതിൽ എന്ത് ചെയ്തു? ഈ ഘടനയില് മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഘടന ഏതാണ്? 5+3+3+4 എന്നുള്ള രീതിയിലാണ് പുതിയ നമ്മുടെ ഘടന അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതി ഘടന കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലെ? 5+4+3+3 എന്നുള്ള ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? 5+3+3+4 എന്നതാണ് നമ്മുടെ പുതിയ പാഠ്യപദ്ധതി ഘടന. ഇനി 4ാമത്തേതും തെറ്റാണെന്ന് പറഞ്ഞു. എന്താണ് ആ തെറ്റ്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മൊത്തം പ്രവേശന അനുപാതം 2035 ആകുമ്പോഴേക്കും 30% ഉയർത്തും എന്നാണ് ഇവിടെ പറയുന്നത്, സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. പക്ഷെ ശരിയായ രീതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നത് 35% ഉയർത്തുന്നത് 50% എന്ത് ചെയ്യണം? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മൊത്തം പ്രവേശന അനുപാതം 2035 ആകുമ്പോഴേക്കും കൂട്ടണം. അപ്പൊ ആ ശതമാനത്തിൽ അവിടെ എന്താണ്? തെറ്റാണ് വന്നിട്ടുള്ളത്. 50% ഉയർത്താനാണ് ആര് പറയുന്നത്? നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നത്. ഇനി 2ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020മായി ബന്ധപ്പെട്ട് വരുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ തന്നിട്ടുള്ളതിലെ തെറ്റായിട്ടുള്ളത് 1ഉം 4ഉം ആയിരുന്നു. അതിലെ തെറ്റെന്താണെന്നും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാധുതയ്ക്ക് വിശ്വാസ്യത അത്യാവശ്യമായ ഒരു വ്യവസ്ഥയാണ്, പക്ഷെ പര്യാപ്തമല്ല. ഈ പ്രസ്താവനയുടെ അർത്ഥം എന്താണ്? ഒരു നല്ല ടെസ്റ്റ് അതിന് കുറച്ചധികം പ്രത്യേകതകൾ പറയുന്നുണ്ട് അല്ലെ? ഒരു ടെസ്റ്റ് നല്ലതാകണമെങ്കിൽ അത് കുറച്ചധികം ക്രൈറ്റീരിയാസ് അതിനുണ്ട്.
അതില് 2 ക്രൈറ്റീരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സാധുതയും വിശ്വാസ്യതയും. സാധുത എന്ന് പറയുന്നത് വാലിഡിറ്റി ആണ് അല്ലെ, വാലിഡിറ്റി. വിശ്വാസ്യത എന്ന് പറയുന്നത് റിലയബിലിറ്റി. അപ്പൊ ഇവര് 2 പേരും തമ്മിലുള്ള ബന്ധം എന്താണ്? സാധുതയ്ക്ക് വിശ്വാസ്യത അത്യാവശ്യമായ ഒരു വ്യവസ്ഥയാണ്, പക്ഷെ എന്തല്ല, പര്യാപ്തമല്ല. ഈ പ്രസ്താവനയുടെ അർത്ഥം എന്താണ്? അപ്പൊ ഇതില് സാധുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാലിഡിറ്റി. ഒരു ടെസ്റ്റ് എപ്പോഴാണ് വാലിഡ് ആയിട്ട് മാറുന്നത്? അതായത് എന്തറിയാൻ വേണ്ടിയിട്ടാണോ നമ്മളൊരു ടെസ്റ്റ് നടത്തുന്നത്, അത് ശരിയായ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ആ ടെസ്റ്റ് എന്തായിട്ട് വരുന്നത്? വാലിഡ് ആയിട്ട് മാറുന്നത്. ഇനി വിശ്വാസ്യത, റിലയബിലിറ്റി എന്ന് പറയുന്നത് ആ പരീക്ഷയുടെ ഫലത്തിൽ ഒരു സ്ഥിരത കൈവരിക്കുമ്പോൾ. ഞാൻ എന്റെ കുട്ടികൾക്ക് ഒരു പരീക്ഷ നടത്തി, ഞാൻ എന്ത് ചെയ്തു? പരീക്ഷ നടത്തിയ പേപ്പറൊക്കെ ഞാൻ ഇവാലുവേഷൻ നടത്തി, കുട്ടികൾക്ക് മാർക്കും ഞാൻ കൊടുത്തു. ഇനി ഇതേ ചോദ്യങ്ങൾ വെച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു പരീക്ഷ നടത്തി, കുട്ടികൾ എന്ത് ചെയ്തു? സെയിം ചോദ്യങ്ങൾ തന്നെ ഉത്തരങ്ങൾ എഴുതി, ഞാൻ അതും ഇവാലുവേഷൻ നടത്തി. അപ്പൊ എനിക്ക് ആദ്യം നടത്തിയപ്പോ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കും രണ്ടാമത് അതേ ചോദ്യ പേപ്പർ വെച്ച് ഞാൻ പരീക്ഷ നടത്തിയപ്പോ കിട്ടിയ മാർക്കും തമ്മിൽ വലിയ ഒരു അന്തരം സംഭവിച്ചാൽ, വലിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ആ ശോധകത്തിന് എന്തുണ്ടെന്ന് പറയാൻ പറ്റില്ല? വിശ്വാസ്യത ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ പരീക്ഷാ ഫലത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന പ്രസ്താവനയുടെ അർത്ഥം തന്നിട്ടുള്ള ഓപ്ഷനില് ഏതായിരിക്കും? ഓപ്ഷൻ എ, വിശ്വസനീയമായ ഒരു പരിശോധനയ്ക്ക് ഒരു നിശ്ചിത അളവിലുള്ള സാധുത ഉണ്ടായിരിക്കും. ബി, ഒരു സാധുവായ പരിശോധനയ്ക്ക് ഒരു നിശ്ചിത അളവിലുള്ള വിശ്വാസ്യത ഉണ്ടായിരിക്കും. സി, വിശ്വസനീയമായ പരിശോധന പൂർണ്ണമായും അസാധുവായിരിക്കാം, കൂടാതെ സാധുവായ പരിശോധന വിശ്വസനീയമല്ലാതിരിക്കാം. ഡി, ടെസ്റ്റ് സ്കോറുകൾ വിശ്വസനീയമല്ലെങ്കിലും സാധുവായിരിക്കാം. ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഒരു സാധുവായ പരിശോധനയ്ക്ക് ഒരു നിശ്ചിത അളവിലുള്ള വിശ്വാസ്യത ഉണ്ടായിരിക്കും. ഒരു പരീക്ഷ കൊണ്ട് നമുക്ക് എന്താണോ അറിയേണ്ടത് അത് നമുക്ക് കൃത്യമായ രീതിയിൽ അറിയാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ടെസ്റ്റിന് എന്തുണ്ടായിരിക്കും? റിലയബിലിറ്റി, വിശ്വാസ്യത ഉണ്ടായിരിക്കും. വിശ്വാസ്യത ഉണ്ടതുകൊണ്ട് സാധുത ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ സാധുത ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? വിശ്വാസ്യത ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആഗമന യുക്തി ചിന്തനത്തിലെ ഒരു പ്രധാന സവിശേഷമായ ഉദാഹരണങ്ങൾ വഴി പൊതുവായ അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ ചിന്തന പ്രക്രിയയിലെ അനുക്രമമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ആഗമന യുക്തി ചിന്തനത്തിലെ ഒരു പ്രധാന സവിശേഷമായ ഉദാഹരണങ്ങൾ വഴി പൊതുവായ അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന ചിന്തന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘട്ടങ്ങൾ, അതിലെ അനുക്രമമായ ഘട്ടങ്ങളാണ് കേട്ടോ, ക്രമീകൃതമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, നിരീക്ഷണം, പരിശോധന, അപഗ്രഥനം, താരതമ്യം, വർഗീകരണം, സാമാന്യവൽക്കരണം. ബി, സാമാന്യവൽക്കരണം, നിരീക്ഷണം, അപഗ്രഥനം, പരിശോധന, വർഗീകരണം, താരതമ്യം. സി, ഉദാഹരണങ്ങളുടെ നിരീക്ഷണം, അപഗ്രഥനം, താരതമ്യം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഡി, അപഗ്രഥനം, നിരീക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം, താരതമ്യം. ഇതിലേതാണ് ഇൻഡക്റ്റീവ് റീസണിങ്ങിലെ ശരിയായിട്ടുള്ള ഘട്ടങ്ങൾ, ക്രമീകൃത ഘട്ടങ്ങൾ ഏതാണ്? ഏതാണ് ക്രമീകൃത ഘട്ടങ്ങളായിട്ട് വരിക? ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലെ. ഇവിടെ ആഗമന യുക്തിചിന്തനം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ അവിടെ എന്താണ്? ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ആ ഉദാഹരണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു, കുട്ടികൾ കൃത്യമായിട്ട് ഉദാഹരണങ്ങൾ നിരീക്ഷിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അപഗ്രഥനം നടത്തുന്നു, കമ്പയർ ചെയ്യുന്നു, വർഗീകരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തില് ഒരു ജനറലൈസേഷൻ അല്ലെ, ഒരു ജനറൽ പ്രിൻസിപ്പിൾ, സാമാന്യവൽക്കരണം നടത്തുന്നു. ഇതാണ് ഇൻഡക്റ്റീവ് റീസണിങ്ങിലെ ശരിയായിട്ടുള്ള ഘട്ടങ്ങൾ. ആദ്യം ഉദാഹരണങ്ങളുടെ നിരീക്ഷണം, പിന്നെ അപഗ്രഥനം, പിന്നെ താരതമ്യം, പിന്നെ വർഗീകരണം, ഏറ്റവും ഒടുവിലാണ് സാമാന്യവൽക്കരണത്തില് എത്തുന്നത്. ജനറലൈസേഷൻ നടത്തുന്നത് ഏറ്റവും ഒടുവിലാണ്. ഇനി ആദ്യം സാമാന്യവൽക്കരണം,
പിന്നീട് അപഗ്രഥനം, താരതമ്യം, ഉദാഹരണങ്ങളൊക്കെ ആണെങ്കിൽ അത് ഏതായിരിക്കും? നിഗമന യുക്തിചിന്തനമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രൊജക്റ്റ് രീതിയുടെ ഒരു ന്യൂനതയായി പറയപ്പെടുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രൊജക്റ്റ് രീതിയുടെ ഒരു ന്യൂനത അല്ലെ, ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അതിൽ അധ്യാപകന്റെ ഇടപെടൽ സാധ്യതകൾ പരിമിതമാണ്. അത് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസ ബോധന രീതിയാണ്. അത് പഠിതാക്കൾക്ക് പ്രഥമ അറിവുകൾ മാത്രം പകർന്നു നൽകുന്നു. പാഠഭാഗങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ അത് തടസ്സമാക്കുന്നു. ഇതിലേതാണ് പ്രൊജക്റ്റ് രീതിയുടെ ന്യൂനതയായിട്ട് പറയാൻ സാധിക്കുന്നത്? സാധാരണഗതിയിൽ പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത് എന്താണ്? ശിശു കേന്ദ്രീകൃത സമീപനത്തിന്റെ ഒരു ഉദാഹരണമാണ് അല്ലെ? ശിശു കേന്ദ്രീകൃത സമീപനത്തിന്റെ ഉദാഹരണമാണ് പ്രൊജക്റ്റ് രീതി. ഇവിടെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രശ്നത്തെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ പരിഹാരം കാണുന്നത്. കുട്ടികൾക്കാണ് കൂടുതലായി എന്ത് വരുന്നത്? പങ്ക് വരുന്നത്. അധ്യാപകരുടെ റോൾ എന്ന് പറയുന്നത് വളരെ കുറച്ചു മാത്രമാണ്. കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? അധ്യാപകര് സഹായങ്ങൾ കൊടുത്താൽ മതി. അതല്ലാതെ പഠനത്തിന്റെ എല്ലാ ഘട്ടത്തിലും എന്ത് കൊടുക്കണ്ട? സഹായമായിട്ട് ടീച്ചർ അവിടെ പോകണ്ട. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഈ ഒരു രീതിയുടെ ന്യൂനതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്? അധ്യാപകന് ഇടപെടാനുള്ള സാധ്യത കുറയുന്നതാണോ? അതല്ലെങ്കിൽ ഇതൊരു ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതി ആയതാണോ? പഠിതാക്കൾക്ക് ഇത് പ്രഥമ അറിവുകൾ മാത്രമാണോ കൊടുക്കുന്നത്? അതല്ലെങ്കിൽ പാഠഭാഗങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഇവിടെ എന്താണ്? പ്രൊജക്റ്റ് രീതി എന്ന് പറയുമ്പോൾ കുട്ടികളാണ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നത്. അവർക്ക് ആ പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള, അറിവുകൾ ശേഖരിക്കാനായിട്ടുള്ള, നിഗമനങ്ങൾ രൂപീകരിക്കാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രൊജക്റ്റ് രീതി എന്ന് പറയുമ്പോൾ കുട്ടികളാണ് അവിടെ കേന്ദ്ര സ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. കുട്ടികള് അവരുടെ കഴിവിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. സോ ഇവിടെ എന്തുണ്ടാവും? പാഠഭാഗങ്ങൾ നമുക്ക് അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാനായിട്ട് സാധിക്കില്ല. ചില കുട്ടികള് പ്രൊജക്ട് ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യുമായിരിക്കും. ചില കുട്ടികള് 2 ആഴ്ച എടുത്തായിരിക്കും ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് അതിൽ കൂടുതൽ സമയം ആവശ്യം വരും. അപ്പൊ അങ്ങനെ പല പല സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുക. സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്താണ്? സിലബസ് എന്ന് പറയുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് പ്രൊജക്റ്റ് രീതിയുടെ ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ സ്കഫോൾഡിംഗ് എന്നാൽ എന്താണ്? വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ സ്കഫോൾഡിംഗ് എന്നത് എന്താണ്? ഓപ്ഷൻ എ, വിജ്ഞാന സൃഷ്ടി വികസനത്തിനായി അധ്യാപകൻ പകർന്നു നൽകുന്ന അറിവുകൾ. ബി, വിജ്ഞാന സൃഷ്ടി വികസനത്തിന്റെ പരമാവധി ഉയർന്ന മേഖലയിലേക്ക് പഠിതാക്കളെ എത്തിക്കാൻ അധ്യാപകൻ നൽകി വരുന്ന സഹായം. സി, സ്വയം പഠനം സാധ്യമായതിനു ശേഷവും അധ്യാപകൻ നൽകുന്ന സഹായം. ഡി, ഇവയെല്ലാം. ഇതിലേതാണ് ശരിയായ സ്കഫോൾഡിംഗ്? അത് കണ്ടുപിടിച്ചാലും മതി അല്ലെ? സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൈത്താങ് കൊടുക്കലാണ് അല്ലെ? കുട്ടിക്ക് ഒറ്റയ്ക്ക് അറിവ് നിർമ്മിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടീനേക്കാൾ കൂടുതൽ അറിവുള്ള മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഈ കുട്ടീനെ സഹായിക്കാം. ആ സഹായത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ കൈത്താങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ തന്നിട്ടുള്ളതിലെ ഏതാണ് ശരിയായിട്ടുള്ള സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ കൈത്താങ് എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? വിജ്ഞാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ അതിന്റെ പരമാവധി ഉയർന്ന മേഖലയിലേക്ക് എത്തിക്കാൻ അധ്യാപകൻ നൽകുന്ന സഹായം. ഇവിടെ ഒരു പ്രശ്നം കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അധ്യാപകൻ നേരിട്ട് പോയിട്ട് അതിന്റെ ഉത്തരം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താണ്? ആ കുട്ടീനെ കൊണ്ട് തന്നെയാണ് അധ്യാപകൻ വിജ്ഞാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ചിലപ്പോ ചില സൂചനകൾ മാത്രമായിരിക്കും അധ്യാപകര് നൽകുന്നത്. അതാണ് ശരിയായിട്ടുള്ള സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗവേഷണം നടത്തുന്നതിനായി ലഭ്യമായ ഡാറ്റകളുടെ നിരീക്ഷണം വഴി സൂക്ഷ്മ പരിശോധനയിലൂടെ താങ്കൾ അവയിൽ നിന്ന് പരീക്ഷണാർത്ഥം ചില സാമാന്യ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ഇവ അറിയപ്പെടുന്നത്.
നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചില നിഗമനങ്ങള് രൂപീകരിക്കും, അല്ലെ? ഈ നിഗമനങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അനുമാനം, സംപ്രത്യക്ഷണം, പരികൽപ്പന, അവധാരണ. ഏതാണ് വരുന്നത്? എന്താണ് പറയുന്നത്? ചില സാമാന്യ നിഗമനങ്ങളിൽ പരീക്ഷണാർത്ഥം നമ്മൾ എത്തിച്ചേരുന്നതാണ് കേട്ടോ. പരീക്ഷണാർത്ഥം എത്തിച്ചേരുന്നതാണ്, യഥാർത്ഥത്തിലുള്ള നിഗമനങ്ങളല്ല. നമ്മുടെ ചില ഊഹങ്ങൾ, അല്ലെ? ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഇന്ന കാരണം കൊണ്ട് അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കാം, സോ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിച്ചേരും, അല്ലെ? അപ്പൊ ഈ നിഗമനങ്ങളെ പറയുന്ന പേര് ഏതാണ്? പരികൽപ്പനകൾ, അല്ലെ? ഹൈപ്പോത്തിസിസ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ നമ്മൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കി ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി നമ്മൾ ചില ഊഹങ്ങൾ കൊണ്ടുവരും, അതിന്റെ ചില കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നീട് ആ റിസർച്ചില്, ആ ഗവേഷണത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഹൈപ്പോത്തിസിസ് ശരിയാണോ, അല്ലെങ്കിൽ ആ ഹൈപ്പോത്തിസിസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ വിവരങ്ങളെ വിശകലനം ചെയ്യുന്നതും നിഗമനങ്ങൾ രൂപീകരിക്കുന്നതും. അപ്പോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? പരീക്ഷണാർത്ഥം ഒരു വ്യക്തി രൂപീകരിക്കുന്ന ചില സാമാന്യ നിഗമനങ്ങളെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായി ടീച്ചർക്ക് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ അനുയോജ്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തന്ത്രമാണ്? മത്സരത്തിനു പകരം സഹകരണത്തിന് ഊന്നൽ കൊടുക്കുക. ബി, കുട്ടികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനത്തിനു പകരം സ്വന്തം നിലയിൽ പഠിക്കാൻ അവസരം നൽകുക. സി, കുട്ടികളോടും രക്ഷിതാക്കളോടും സൗഹൃദം സ്ഥാപിക്കാതിരിക്കുക. ഡി, ടീച്ചറുടെ നേട്ടങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയുക. ഒരു എളുപ്പമുള്ള ഒരു പെഡഗോജി ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? സിമ്പിൾ ആയിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിലേത് കാര്യമാണ് പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന കുട്ടികളുമായിട്ട് ടീച്ചർക്ക് എളുപ്പം ഇടപെടാൻ അനുയോജ്യമായത്? ഏതാണ് ഏറ്റവും അനുയോജ്യമായത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. കുട്ടികൾ തമ്മിലുള്ള മത്സരത്തിനു പകരം അവരിൽ നമ്മൾ എന്താണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? സഹകരണം. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്, പല സ്വഭാവക്കാരായിരിക്കും, പലതരത്തിലുള്ള ബുദ്ധിയായിരിക്കും, പലതരത്തിലുള്ള കഴിവുകളായിരിക്കും. സോ അവര് തമ്മില് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു മത്സരമല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, മറിച്ച് എന്താണ്? സഹകരണമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇപ്പൊ സാധാരണഗതിയില് പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡഗോജി ഭാഗത്ത് നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും, അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും സിമ്പിൾ ആയിട്ട് പരീക്ഷ അവൻ ചോദിക്കൂ. അപ്പൊ നമ്മൾ കുറച്ചു നേരം അധികം ഇരുന്ന് ആലോചിച്ചിട്ട് ചില തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ ബബിൾ ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ നിലവാരത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വായിക്കാം. ഞാൻ കുറെ തിയറീസ് പഠിച്ചിട്ടുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം എന്നുള്ള മൈൻഡ് സെറ്റോടു കൂടി പെഡഗോജി വായിക്കരുത്. ഒരു സാധാരണ കുട്ടിയുടെ നിലവാരത്തിൽ നിന്ന് സാധാരണ മാതാപിതാക്കളുടെ കണ്ണിൽ കൂടെ കണ്ട് ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഏത് തരത്തിലുള്ള അധ്യാപകരെയാണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ വേണം നിങ്ങൾ പെഡഗോജി ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട്. ചില ചോദ്യങ്ങള് വായിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുട്ടികളുടെ ഭാഗത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോ മാക്സിമം എന്ത് ചെയ്യുക, പെഡഗോജി ക്വസ്റ്റ്യൻസ് ആദ്യ വായനയിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കരുത്. 2 or 3 തവണ വായിച്ചു വേണം ഉത്തരങ്ങൾ ഉറപ്പിക്കാനായിട്ട്. അതിനുശേഷം മാത്രം ബബിൾ ചെയ്യുക. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറെ അധികം ടെൻഷൻസ് ഉണ്ടാവും. ഇത് കിട്ടുമോ, ഇത്തവണയും പോവോ എന്നുള്ള രീതിയിലൊക്കെ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ മാറ്റുക. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ തെറ്റാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. നല്ല രീതിയിൽ മാക്സിമം PYQs ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത കോർ ആയിട്ടുള്ള ഏരിയ ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിക്കുക, നല്ല പോലെ പഠിക്കുക. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പുതിയ ചില ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.